നമ്മുടെ ജീവിതം എന്നത് ഫലപുഷ്ടി നിറഞ്ഞ വയലുകൾ മാത്രമല്ല, ചൂടും ദാഹവുമുള്ള മരുഭൂമികളും നിറഞ്ഞതാണ്. ഈ മരുഭൂമികൾ നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആകാം. ദൈവത്തെ ആരാധിച്ചിരുന്ന, ആഡംബര ജീവിതത്തിൽ ജീവിച്ചിരുന്ന രാജാവായിരുന്ന ദാവീദ് സകലവും വിട്ടെറിഞ്ഞ് യെരുശലേമിൽ നിന്നും കരഞ്ഞുകൊണ്ട് മലയുടെ കയറ്റം കയറി മരുഭൂമിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് ദാവീദ് വിളിച്ചു പറഞ്ഞു, ഈ മരുഭൂമിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ള ദൈവവേദലേ, നിൻ്റെ ജീവിതത്തിൽ ഒരു മരുഭൂമി ഉണ്ടെങ്കിൽ ആ മരുഭൂമി നിനക്ക് പക്വത തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അനുവദിച്ചത്. ആ മരുഭൂമിയിൽ നീ തകർന്നു പോവുകയില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ ഈ മരുഭൂമിയിൽ തകർന്നു പോവുകയില്ല. 63 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ദൈവമേ അങ്ങെൻ്റെ ദൈവം. ഈ മരുഭൂമിയുടെ മധ്യത്തിലും ദാവീദ് പറഞ്ഞു, കർത്താവേ അങ്ങാണ് എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ എന്നെ അന്വേഷിക്കും. അതികാലത്തെ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. പ്രിയരെ, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, ദൈവം നമുക്ക് തരുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ മരുഭൂമിയെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. സ്തോത്രത്തെക്കാൾ വലിയ യാഗം ഇല്ല. നല്ല നാഥനായ താതൻ കൂടെയുണ്ടല്ലോ, നഷ്ടബോധം ലേശം വേണ്ടി ലോകയാത്രയിൽ. എന്തു ഖേദവും ചൊല്ലാം താതനോടിപ്പോൾ, അത്ര നല്ല സഖി യേശു മാത്രമാണല്ലോ. യേശുവോടു കൂടെ യാത്ര ചെയ്യുകിൽ ഏതുമില്ല ഭാരം മരു യാത്രയിൽ. സാരമില്ല രോഗപീഡ ദുഃഖങ്ങൾ, സാധുവിനു കാവലേശു തന്നല്ലോ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും വിളിച്ചു പറയാം, ഈ മരുഭൂമിയുടെ അവസ്ഥയിലും ഈ ദൈവം എൻ്റെ ദൈവം, എന്നെ കൈവിടാത്ത ദൈവം, എന്നെ ഉപേക്ഷിക്കാത്ത ദൈവം. എൻ്റെ രോഗങ്ങളും എൻ്റെ പ്രയാസങ്ങളും എല്ലാം ദൈവം അറിയുന്നു. സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും നിയന്ത്രിക്കുന്ന ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നിരുന്നാലും, ഏത് മരുഭൂമി വന്നിരുന്നാലും, ഈ ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മൾ ശക്തിപ്പെടുത്തും. ഈ മരുഭൂമിയെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട, മരുഭൂമികൾ മാറും. ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറാം. ഗോഡ് ബ്ലെസ് യു.